വഴുതനങ്ങ ഉണ്ടോ നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം. എരിവും പുളിയും ഒക്കെ ചേർന്നുള്ള രുചികരമായ സൈഡ് ഡിഷ്. ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും. കറി നിർബന്ധമുള്ളവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കറി, മോര് പോലുള്ള ഒരു കറി മതിയാകും കുശാലായിട്ട് ചോറുണ്ണാൻ. ഇത് വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ള ഒരു സൈഡ് ഡിഷാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു 1/4 കിലോ വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട വെള്ളത്തിൽ ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു വല പാത്രത്തിലോട്ട് മാറ്റി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇനി അടുപ്പിൽ കടായിയോ ചട്ടിയോ വയ്ക്കാം. എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കടുകിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് വറ്റൽ മുളക് കൂടി ചേർക്കാം. ഇനി ഇതാ 1 സ്പൂണ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ ഒരു 7-8 ചതച്ച വെളുത്തുള്ളി ചേർക്കുക. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട. ഒരു 15-20 സെക്കൻഡ് നേരത്തേന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഇനി സവാള ചേർക്കാം. കനം കുറഞ്ഞരിഞ്ഞ് ചെറിയ 2 സവാള ചേർക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ ചേർക്കുക. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അറിയാമല്ലോ, ഒരല്പം ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ മതി. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചാൽ മതി. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതുപോലെ തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ മതിയാവും. ഇതാ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇവിടെ പകുതി സവാളയും പകുതി ചെറുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് ചെറുള്ളി ചേർത്തുണ്ടാക്കിയാലും. ഇതാ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി പൊടികൾ ചേർക്കാം. മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണിനടുത്തായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നതേ ഇല്ല. ഇനി ഈ പൊടികൾ നല്ലവണ്ണം ഒന്ന് ചൂടാവുന്ന രീതിയിൽ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടി കരിയാതെ ചൂടായി കിട്ടണം. എരിവ് കുറച്ച് വേണ്ടിയവർ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഈ അളവിൽ. പൊടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. ഒരു തക്കാളി, പഴുത്ത തക്കാളി ചേർക്കുക. വളരെ ചെറുതാ കൈവശമെങ്കിൽ 2 ചേർക്കാവുന്നതാണ്. കുറച്ചേറെ കറിവേപ്പില ഇവിടെ ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സവാളയിൽ ഉപ്പൊക്കെ ഉള്ളത് കാരണം തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളി കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. തക്കാളി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴുതനങ്ങ ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് വഴുതനങ്ങയുടെ ആ പർപ്പിൾ കളർ ഒന്ന് മാറും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്നായിക്കോളും. നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെന്തതിന് ശേഷം ഇതൊന്ന് ചുരുങ്ങി വരും. അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇപ്പോൾ സവാള ചേർത്ത ഉപ്പുണ്ട്. ഇനി ഇത് പകുതി വെന്തതിന് ശേഷം ബാക്കി ഐറ്റംസ് ചേർക്കണം. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആകും. അഥവാ ഇടയ്ക്ക് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളി ചേർക്കാം. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുളിയും ചേർത്തതിന് ശേഷം ഇനി ഉപ്പ് ചേർക്കുക. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി കൂടെ തന്നെ ചേർക്കുന്ന ഐറ്റമാണ് ഉണക്കച്ചെമ്മീൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതിന് തലയും മുള്ളും ഒക്കെ കളഞ്ഞതിന് ശേഷം മിക്സർ ജാറിൽ ഒന്ന് പൾസ് മോഡിൽ അടിച്ചെടുക്കണം. ഒത്തിരി പൊടിഞ്ഞു പോരുത്. അമ്മിക്കല്ലിലോ ഇടിക്കല്ലിലോ ഇതുപോലെ ഇടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2 സ്പൂൺ ഇതുപോലെ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. കുറഞ്ഞത് ഇതിൽ 2 സ്പൂണെങ്കിലും ചേർത്തിരിക്കണം. 3-4 സ്പൂണൊക്കെ ചേർക്കാം. ഇനി ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ നല്ലവണ്ണം ഇനിയും കുറച്ചിട്ടാൽ മതിയാകും. വീണ്ടും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. 4-5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. ഇതായിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ഉണക്കച്ചെമ്മീൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. പാകത്തിന് ഒരുപാട് കുഴയാതെ വഴുതനങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കുഴഞ്ഞ് കിട്ടണം, ഇച്ചിരി വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ കൂടുതലായിട്ട് ഒഴിക്കാവുന്നതാണ്. വഴുതനങ്ങ ചേർക്കുന്നതിനോടൊപ്പം തന്നെ പുളി ചേർത്ത് വേവിക്കുകയാണെങ്കിൽ വഴുതനങ്ങ ഒരുപാട് സോഫ്റ്റ് ആവില്ല, വെന്തൊക്കെ ഇരിക്കും, ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അതിനാണ് ഞാൻ പകുതി വെന്തതിന് ശേഷം പുളി ഒഴിക്കുന്നത്. അപ്പം വഴുതനങ്ങ ഒന്ന് സോഫ്റ്റും ആവും, ഒരുപാടിട്ട് കുഴയത്തുമില്ല. നിങ്ങൾ എടുക്കുന്നത് ഉണ്ട വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 വെന്തതിന് ശേഷം പുളി ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് വെന്താലും അങ്ങനെ കുഴയില്ല. ഇതിലൊന്ന് പെരണ്ടിരിക്കണം, ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് വരുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3/4 വെന്തതിന് ശേഷം ചേർക്കുക. നീളമുള്ള വഴുതനങ്ങയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ പകുതി വെന്തതിന് ശേഷം പുളി ചേർക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പിഞ്ച് വഴുതനങ്ങ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ എടുക്കുന്ന വഴുതനങ്ങയുടെ അളവ് ഇതിൻ്റെ ഡബിൾ ആണെങ്കിൽ, ഞാനിപ്പോൾ 1/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന ചെമ്മീൻ പൊടി അതിൻ്റെ ഡബിളായിട്ട് ചേർക്കണം. ഇപ്പം നമ്മുടെ കൈവശം കുറച്ച് ചെമ്മീനേ ഉള്ളൂ, ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും തികയില്ല എന്ന് വെച്ചോ. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെ ഒരു ഡിഷ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ടേസ്റ്റോടുകൂടി എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇതിൻ്റെ കൂടെ ഒരു കറി നിർബന്ധമുള്ളവർക്ക് ഒരു സിമ്പിൾ കറി, ഒരു മോര് കറി മതിയാകും ചോറുണ്ണാനായിട്ട്, ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കമൻറ്റ് തരാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ, അതായത് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.